നമസ്തേ, ഞാൻ എം നിഖിൽകുമാർ. ടീം ഇന്ത്യ റെഡി എന്ന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളി താരം സഞ്ജു വി സാംസൺ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം പിടിച്ചു. രോഹിത് നയിക്കുന്ന ടീമിൻ്റെ ഉപനായകൻ ഹർദിക് പാണ്ഡ്യയാണ്. 15-അംഗ ടീമിനൊപ്പം 4 റിസർവ് താരങ്ങളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളും വിശകലനങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും KS ഹരികൃഷ്ണൻ, BCCI മാച്ച് റഫറി P രംഗനാഥൻ, ക്രിക്കറ്റ് നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ, നടനും CCL താരവുമായ വിവേക് ഗോപൻ തുടങ്ങിയവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് ഹരികൃഷ്ണനിലേക്ക് പോകാം. ഹരികൃഷ്ണൻ, 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് സഞ്ജു ടീമിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ? അതെ നിഖിൽ, 15-അംഗ ടീമിനെയാണ് ഇന്ത്യ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം തന്നെ നമ്മളെ മലയാളി താരമായ സഞ്ജുവിന് ടീമിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. സഞ്ജുവിനെ വിക്കറ്റ് കീപ്പറായിട്ടാണ് ടീം ഇന്ത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പറായിട്ടുണ്ട്. ഇന്ത്യയെ വിക്കറ്റ് കീപ്പറായി ആര് നയിക്കുമെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും 5-ാം നമ്പറായിട്ടായിരിക്കും സഞ്ജു കളിക്കാനിറങ്ങുക. സഞ്ജുവിന് ഈ ടീമിൽ തന്നെ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. രോഹിത് ശർമ്മയാണ് ടീമിൻ്റെ നായകൻ. ഉപനായകനായി ഹർദിക് പാണ്ഡ്യ ടീമിലുണ്ട്. കൂടാതെ SSC ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹർദിക് പാണ്ഡ്യ, ശിവം ദുബെ, ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, യുവേന്ദ്ര ചാഹൽ, അർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരും ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. എന്തായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു KS ഹരികൃഷ്ണൻ. നമുക്ക് എന്തായാലും അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മോടൊപ്പം നടനും CCL താരവുമായിട്ടുള്ള വിവേക് ഗോപൻ ചേരുന്നുണ്ട്. ശ്രീ വിവേക് ഗോപൻ, 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ വളരെ ആവേശത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കണ്ടിരുന്ന മലയാളി താരം സഞ്ജു വി സാംസൺ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്. സഞ്ജുവിൻ്റെ ഈ ഒരു ടീമിലേക്കുള്ള വരവിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇതിന് കുറച്ചുകൂടെ നേരത്തെ അദ്ദേഹം ടീമിലേക്ക് വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇത്രയും എന്താ പറയാ, അത്രയും പെർഫോമൻസും ബ്രില്യന്റ് ആയിട്ടുള്ള രീതിയിലുള്ള, നമുക്കിപ്പോ തന്നെ IPL എടുത്ത് നോക്കുമ്പോൾ തന്നെ കാണാം അദ്ദേഹം എന്ത് മനോഹരമായിട്ടാണ് ക്യാപ്റ്റൻസി ചെയ്യുന്നത് എന്നുള്ളതിന് നമുക്ക് കാണാം. ഒത്തിരി നല്ല ആവറേജും ഈ പറഞ്ഞ പോലെ ഗംഭീര പെർഫോമൻസും ആയിട്ട് നിൽക്കുന്ന ഒരു താരത്തെ കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു അഭിപ്രായം. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു സുവർണ അവസരമാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ. അതിപ്പം IPL പൊക്കോണ്ടിരിക്കുന്ന അതേ ഫോം തന്നെ അദ്ദേഹത്തിന് തുടർന്നും ഈ പറഞ്ഞ T20 കാഴ്ചവെക്കാനാകും എന്നുള്ള സംശയം പറയാം. നമുക്ക് ക്രിക്കറ്റ് നിരീക്ഷകനായിട്ടുള്ള ശ്രീകുമാരൻ നായരിലേക്ക് പോകാം. ശ്രീകുമാരൻ നായർ, നമ്മളൊക്കെ ഉറ്റുനോക്കിയിരുന്ന ഒരു ടീമിൻ്റെ പ്രഖ്യാപനമാണ്. കുറേയധികം അഭ്യൂഹങ്ങൾ, വാർത്തകളൊക്കെ വന്നിരുന്നു. കുറേയധികം താരങ്ങൾ ടീമിൽ ഉണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിനൊക്കെ ഏറ്റവും ഒടുവിലായി ടീം ഇന്ത്യയുടെ T20 ലോകകപ്പിനുള്ള ടീം ഇന്ത്യയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലയാളികളുടെ അഭിമാനം സഞ്ജു ടീമിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ടീം പ്രഖ്യാപനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. സഞ്ജുവിൻ്റെ ഈ ടീമിലേക്കുള്ള വരവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും സ്വന്തം പ്രയത്നം കൊണ്ട്, അതായത് തൻ്റെ കഴിവ് മുഴുവൻ ശരിക്കും സെലക്ടേഴ്സിനെയും ഇന്ത്യ ഒട്ടാകെയുള്ള ക്രിക്കറ്റ് പ്രേമികളെയും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു ടീമിലേക്ക് നടന്നു കയറിയിരിക്കുന്നു എന്ന് വേണം പറയാം. ഇതിനു മുമ്പേ അദ്ദേഹത്തിന് പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടാതെ പോയിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ തൻ്റെ മുഴുവൻ ശൈലിയിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്താണ് T20 ക്രിക്കറ്റിന് വേണ്ടത് അത് ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായി IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാനെ നയിക്കുന്ന നായകനായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു സാംസൺ. ആ സഞ്ജുവിന്റെ കളി നമുക്ക് IPL നോക്കാൻ തന്നെ കാണാം. അതായത് 385 റൺസാണ് 9 ഇന്നിങ്സുകളിൽ അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റും 150-നും മുകളിലാണ്. 161.08 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. മാത്രമല്ല ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ എത്രമാത്രം അദ്ദേഹത്തിന് വിരുദുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് കാട്ടിത്തരുന്ന ഒരു പ്രത്യേകത കൂടി ഈ IPL-ൽ നമ്മൾ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജു സാംസൺ ചെയ്യുന്നത് കാണുന്നു. പ്രത്യേകിച്ച് ബാറ്റ് ചെയ്യുമ്പോൾ തൻ്റെ സഹകളിക്കാരെ അല്ലെങ്കിൽ സഹതാരങ്ങളെ ഒരുമിച്ച് നിർത്താനും അതുപോലെ തന്നെ എല്ലാവരുമായി ഒത്തൊരുമയോടെ ടീമിന് മുഴുവൻ അവരുടെ കഴിവ് മുഴുവൻ എടുക്കാനും കഴിവുള്ള ഒരു ക്യാപ്റ്റനായി കൂടി സഞ്ജു ഇന്ന് മാറിയിരിക്കുന്നു. തീർച്ചയായും ടീമിലേക്കുള്ള വരവ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പ്രയത്നത്തോടു കൂടി തന്നെയാണ്. മാത്രമല്ല താൻ ഇന്ന് ഇന്ത്യയിൽ മറ്റാരെക്കാളും വളരെ നന്നായി കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്, ഒരു വിക്കറ്റ് കീപ്പറാണ്, ഒരു നായകനാണ്. സർവോപരി എല്ലാ ക്രിക്കറ്റ് കളിക്കാരും അഭിമാനിക്കുന്നത് പോലെ ഇന്ന് ഇന്ത്യയുടെ ഒരു മുന്തിയ താരമായി മാറിയിരിക്കുന്നു
നമ്മുടെ കേരളത്തിന്റെ അഭിമാനം സഞ്ജു സാംസൺ. അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഇന്നീ കേരളത്തിൽ നിന്ന് ഒരുപാട് താരങ്ങൾ വരും എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഇന്ത്യ എപ്പോഴൊക്കെ വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു മലയാളി സാന്നിധ്യം ഈ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അത് ഇത്തവണ സഞ്ജു സാംസണിലൂടെ ഇന്ത്യ കപ്പ് നേടാനുള്ള ഒരു പ്രചോദനം കൂടിയായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതുതന്നെയാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുൻപ് ഇന്ത്യ 2 തവണ ലോക കിരീടത്തിൽ മുത്തമിട്ടിട്ടുണ്ട്. 2 തവണ മുത്തമിട്ടിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനമായി 2 തവണ മുത്തമിട്ട സമയത്തും ടീമിൽ മലയാളികൾ ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഏറ്റവും മലയാളികൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതുതന്നെയാണ് ശ്രീ വിവേകോപൻ, സഞ്ജു ടീമിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിലുപരി ഈ ഒരു ടീമിനെ, രോഹിത് ശർമ്മ നയിക്കുന്ന ഹർദിക് പാണ്ഡ്യ ഉപനായകനായിട്ടുള്ള ഋഷഭ് പന്ത് മടങ്ങിയെത്തിയ ഈ ഒരു ടീമിനെ ടോട്ടലി താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ വിവേകോപൻ? ഈ ഒരു ടീം എക്കാലത്തേക്കാളും ഒരു മികച്ച ടീമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒത്തിരി യങ്സ്റ്റേഴ്സ് അടങ്ങിയ ഒരു ടീമാണ്. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയേഴ്സും ഉണ്ട്. അപ്പൊ സഞ്ജുവിന് അതൊരു ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു നേട്ടമാവും ഈ ഒരു ടൂർണമെന്റ്. മാത്രമല്ല, എനിക്ക് ഇനി ഉറ്റുനോക്കി കാണേണ്ടിയിരിക്കുന്നത് സഞ്ജുവിന് എത്ര മാച്ച് കളിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ കുറെ ടൂർണമെന്റ്സ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പുറത്തിരുത്തിയിരുന്നു. അപ്പം അത് ഈ വരുന്ന ഒരു T20 അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, അദ്ദേഹത്തിന് ഒരുപാട് ചാൻസസ് കിട്ടട്ടെ. പിന്നെ T20 ആകുമ്പോഴത്തേക്കും ഇതൊരു ഡേ ആണ്, ഒരു ഡേയുടെ പെർഫോമൻസ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഫോം ബേസ് ചെയ്ത് പോകുന്ന ഒരു ക്രൈറ്റീരിയ അല്ല T20 എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോം നിൽക്കുന്ന ബാറ്റ്സ്മാന് വരെ ഫസ്റ്റ് ബോളോ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ബോൾ ഔട്ട് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. കാരണം T20 ആയതുകൊണ്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ഗെയിമാണ്, കുറച്ചുകൂടെ പെട്ടെന്ന് ചിന്തിച്ച് നമ്മൾ തീരുമാനം എടുക്കേണ്ട ഗെയിമാണ്. ഈ പറഞ്ഞ പോലെ 50 ഓവേഴ്സ് മാച്ച് പോലെയോ അല്ലെങ്കിൽ 5 ഡേ മാച്ച് പോലെയോ ടെസ്റ്റ് പോലെയോ അല്ല. അപ്പൊ കുറച്ചുകൂടെ ഫാസ്റ്റ് ഗെയിമാണ് T20 എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ചാൻസസ് അദ്ദേഹത്തിന് കിട്ടണം. കഴിയുന്ന മാച്ചസ് എല്ലാം അദ്ദേഹത്തിനെ കളിപ്പിക്കണം. കാരണം ഇപ്പം ഇൻഫോം ആയിട്ട് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. അപ്പൊ 1-2 മാച്ചിൽ അല്ലെങ്കിൽ ഒരു മാച്ചിൽ അദ്ദേഹം പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ആവാതിരിക്കട്ടെ. അതുപോലെ എല്ലാ മാച്ചസും അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ കളിക്കാൻ കഴിയട്ടെ. അതാണ് ഇപ്പം എന്റെ ഒരു ആഗ്രഹം. ഓക്കെ, എന്തായാലും തുടരുക. നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റഫറിയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ IPL ആവേശത്തിൽ ചർച്ച ചെയ്യുന്നതാണ് സഞ്ജു ടീമിലേക്ക് എത്തുമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും സഞ്ജു T20 ലോകകപ്പിനുള്ള ടീമിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. സഞ്ജുവിൻ്റെ ഈ വരവിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഏറ്റവും നല്ലൊരു തീരുമാനം, സെലക്ടേഴ്സ് എടുത്ത തീരുമാനം. സഞ്ജുവിന്റെ പെർഫോമൻസിന്റെ മികവിൽ അവർ ടീമിൽ ഉൾപ്പെടുത്തിയത് തീർത്തും കേരള ക്രിക്കറ്റിനും കേരള ക്രിക്കറ്റിലെ ആരാധിക്കുന്നവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ശ്രീശാന്തിന് ശേഷം ലോകകപ്പ് T20 ലോകകപ്പിൽ മലയാളിയായിട്ടുള്ള ഒരു താരം വന്നിരിക്കുന്നു. അത് തീർത്തും അഭിമാനിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. അത് മാത്രമല്ല, സഞ്ജുവിന്റെ ഇൻക്ലൂഷൻ അത് തീർത്തും അപ്രതീക്ഷിതമാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഈ അടുത്ത കാലത്തുള്ള സഞ്ജുവിന്റെ പെർഫോമൻസ് മികവ്, പ്രത്യേകിച്ച് IPL രാജസ്ഥാൻ റോയൽസിന് വേണ്ടി അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ശൈലി, അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവല്, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ട ഒരു താരമായിട്ട് സെലക്ടേഴ്സിനെ കരുതിയിരിക്കാം. അത് ശരിവെക്കുന്ന രീതിയിൽ സെലക്ടേഴ്സ് നല്ലൊരു തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി പ്ലേയിങ് ലെവനിൽ കളിക്കുക, പെർഫോം ചെയ്യുക, അതാണ് അടുത്ത ഒരു എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. അദ്ദേഹം പെർഫോം ചെയ്യണം, ടീമിൽ കളിക്കണം. കളിച്ചു കഴിഞ്ഞാൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സ്ഥിര അംഗമായിട്ട് സഞ്ജു ഇന്ത്യൻ ടീമിൽ തുടരാൻ കഴിയും. അത് ഋഷഭ് പന്ത് ഇപ്പോൾ ടീമിലുണ്ട്. ഋഷഭ് പന്ത് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ്, അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്ലെയർ ആണ്. പരിചയസമ്പന്നതയുടെ കാര്യത്തിലും ഋഷഭ് പന്തിനാണ് മുൻതൂക്കം. അപ്പൊ സഞ്ജുവിന് സാധ്യത 15-ൽ സ്ഥാനം കിട്ടിയെങ്കിലും 11-ൽ കളിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിക്കും. പെർഫോം ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് ടീമിൽ തുടരാനും സാധിക്കും. അത് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി, സഞ്ജു ഇപ്പോൾ ടീമിലേക്ക് എത്തിയിട്ടുണ്ട്. പ്ലേയിങ് 11-ൽ എത്തുന്ന സമയത്ത് സഞ്ജു എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ? അത് സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ചോദ്യമായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ ടീമിൽ നോക്കുകയാണെങ്കിൽ ജയ്സ്വാൾ, രോഹിത് ശർമ്മ കൂടാതെ വിരാട് കോഹ്ലി 1 ഡൗൺ വരുന്നു. അപ്പൊ മധ്യനിരയിൽ ആണ് സഞ്ജു ബാറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ സമ്മർദ്ദം ഏറ്റവും കൂടുതലുള്ള ഒരു സമയമായിരിക്കും അവസാന ഓവറുകളൊക്കെ ബാറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് ഏറെ, പ്രത്യേകിച്ച് ലോകകപ്പ് പോലെയുള്ള ഒരു വേദിയിൽ വളരെ കരുത്തരായിട്ടുള്ള എല്ലാ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ
അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിന്റെ മികവ് പൂർവാധികം ശക്തിയായിട്ട് അദ്ദേഹം പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്ത്യൻ പിച്ചസ് അല്ല, വിദേശ പിച്ചുകളാണ്, പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് കൂടാതെ അമേരിക്കയിലെ പിച്ചുകളെല്ലാം തന്നെ. എങ്ങനെയാണ് ആ സാഹചര്യത്തെ അതിജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിങ്ങിനെ തീർത്തും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഘട്ടം തന്നെയായിരിക്കും. എന്തായാലും ശ്രീ രംഗനാഥൻ തുടരുക. ശ്രീ ശ്രീകുമാരൻ നായർ, ഇപ്പോൾ ഈ ഒരു ടീം സെലക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വിക്കറ്റ് കീപ്പറായി സഞ്ജു ഋഷഭ് പന്തുമാണ് ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ടീമിന് ഏറ്റവും വലിയ സെലക്ടർമാർക്ക് ഏറ്റവും വലിയൊരു തലവേദനയായിരുന്നു ഈ ഒരു ടീമിലേക്കുള്ള 2 വിക്കറ്റ് കീപ്പർമാരെ സോർട്ട് ഔട്ട് ചെയ്ത് ഫൈനൽ 2 പേരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം KL രാഹുൽ, ധ്രുവ് ജൂറൽ, ജിതേഷ് ശർമ്മ, ഇഷാൻ കിഷൻ, ദിനേശ് കാർത്തിക് അടക്കമായി മികച്ച ഫോമിൽ കളിക്കുന്ന ഒരു പിടി താരങ്ങളുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് സഞ്ജുവും ഋഷഭ് പന്തും എന്ന് പറയുന്ന ആ ഒരു 2 പേരിലേക്ക് എത്തിയത്. അപ്പോൾ ഈ താരങ്ങളിൽ നിന്നും ഈ 2 താരങ്ങളെ, അതായത് ഇത്രയും താരങ്ങളിൽ നിന്നും ഇവരെ 2 പേരെയും ചൂസ് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നിവിടെ രംഗൻ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് നിന്ന് ഞാൻ തുടങ്ങട്ടെ. ഒന്ന്, പിന്നെ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് കീപ്പർ ഒരു ലെഫ്റ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാൻ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല, ഇപ്പോ ഋഷഭ് പന്ത് ആഫ്റ്റർ ദ ആക്സിഡന്റ് അദ്ദേഹം തിരിച്ച് വന്നിരിക്കുന്ന ഒരു സമയം. 2022 ശേഷം അദ്ദേഹം കോമ്പറ്റേറ്റീവ് ക്രിക്കറ്റ് കളിക്കുന്നത് IPL ആണ്. അപ്പോ അത് അദ്ദേഹത്തിന് മുൻപേ ഒരു പക്ഷേ സഞ്ജുവിന് ചാൻസ് കൊടുക്കാൻ ഒരു കാരണമായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് ആദ്യമേ തന്നെ കളിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയും സഞ്ജു അത് പ്രൂവ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജു ഒരു സ്ഥിര അംഗമായി മാറും. ഇനി താങ്കൾ ചോദിച്ച സ്ഥലത്തേക്ക് വരാം. നമ്മൾ വിക്കറ്റ് കീപ്പർ പട്ടികയിൽ നോക്കുമ്പോൾ ഇഷാൻ കിഷനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും, അതുപോലെ KL രാഹുലിനെ കൺസിഡർ ചെയ്യേണ്ടി വരും, ജുറലിനെ കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ താങ്കൾ പറഞ്ഞ പേരുകളെ എല്ലാം കൺസിഡർ ചെയ്യേണ്ടി വരും. ഇതിൽ ഈ 3 പേര്, ഞാൻ ഈ പറഞ്ഞ 3 പേരാണ് ശരിക്കും കോമ്പറ്റീഷനിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നന്നായി പെർഫോം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള KL രാഹുൽ T20 അത്ര ഒരു ഇന്റർനാഷണൽ പെർഫോമൻസ് അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളതായിരിക്കും സെലക്ടേഴ്സിന് ചിലപ്പോൾ ഒരു സംശയത്തിൽ ആഴ്ത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ചാൻസ് നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇഷാൻ കിഷന്റെ ഫോമാണ് ഇഷാൻ കിഷന് ഇത്തവണ പ്രശ്നമായത്. അതുപോലെ ജൂറൽ, ഇവരുടെ 2 പേരുടെയും പേരുകൾക്ക് താഴെ മാത്രമേ ജൂറൽ എത്തുള്ളൂ. അതുകൊണ്ടാണ് ജൂറലിനും ചാൻസ് കിട്ടാത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തായാലും സെലക്ടർ അവരുടെ കടമ പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു. 2 ഇൻഫോം വിക്കറ്റ് കീപ്പർമാര്, അതും ഇന്ന് ഇന്ത്യയിൽ കിടപിടിക്കാൻ മറ്റ് വിക്കറ്റ് കീപ്പർമാരില്ല എന്ന് സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള 2 കീപ്പർമാരാണ് ഈ 2 പേരും, പന്തും അതുപോലെ തന്നെ സഞ്ജുവും. ഇവര് 2 പേരുടെയും സെലക്ഷൻ തീർച്ചയായും ന്യായീകരിക്കണം. ഇവർക്ക് പിന്നിൽ തന്നെയാണ് ഈ താങ്കൾ പറഞ്ഞ പേരുകൾ എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു ടീമിൽ ശരിക്കും ഇടം നേടിയത്. ഇത്തവണ സഞ്ജുവിന് ടീം കൊടുത്തില്ലെങ്കിൽ അത് തീർച്ചയായും അനീതി ആയി പോകുമായിരുന്നു എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുന്നു. അത്രമാത്രം ഫോമിൽ വളരെ നന്നായി പക്വതയായി തന്റെ എങ്ങനെയാണ് ടീമിന് സൂട്ട് ചെയ്യുന്ന സ്റ്റൈൽ തനിക്ക് സ്വീകരിക്കാൻ പറ്റുക എന്ന് എല്ലാ സെലക്ടേഴ്സിനെയും ക്രിക്കറ്റ് പ്രേമികളെയും ക്രിക്കറ്റ് ആരാധകരെയും ഒക്കെ കാട്ടിക്കൊടുത്ത സഞ്ജു സാംസന്റെ ഈ സെലക്ഷൻ അദ്ദേഹത്തിന് ഇനി അവസരം കിട്ടുമ്പോൾ അത് അദ്ദേഹം തെളിയിക്കുക കൂടി ചെയ്താൽ കേരളത്തിന് അഭിമാനിക്കാം, ഇന്ത്യക്ക് അഭിമാനിക്കാം, ഈ T20 കപ്പ് ഇന്ത്യക്ക് നേടാം. ഓക്കെ, നമുക്ക് വിവേകോപനിലേക്ക് പോകാം. ശ്രീ വിവേകോപൻ, ഈ ഒരു ടീം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടൊരു ടീം തന്നെയാണ്. കാരണം രോഹിത് ശർമ്മ പോലെയുള്ള, വിരാട് കോഹ്ലി പോലെയുള്ള താരങ്ങളുടെ പരിചയസമ്പന്നത, അതുപോലെ തന്നെ യുവതാരങ്ങളുടെ ഒരു പിടി യുവതാരങ്ങൾ ഈ ഒരു ടീമിലുണ്ട്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ മൊത്തത്തിൽ ഈ ഒരു ടീമിൻ്റെ ഘടനയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ഗംഭീര ടീമാണ്. കാരണം ഇനി മുമ്പോട്ടുള്ള സീരീസും അതുപോലെ ഇനി വരും കാലത്തിലെ ഒരു മികച്ച ടീമായിട്ട് നമുക്കിത് കാണാം. ഈ പറഞ്ഞ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കഴിഞ്ഞാൽ പിന്നെ ഇനി ആര് എന്നുള്ളതിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കുന്ന ടീം. അപ്പൊ അതിൽ ഇനി 2-3 ചേഞ്ചസ് കൂടെ ഇവർ 2 മാറുമ്പോഴത്തേക്കും ഇനി 2-3 ചേഞ്ചസ് കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ നേരത്തെ നമ്മളെ ശ്രീമാ സാറ് പറഞ്ഞ പോലെ ഈ ധ്രുവ് ജുറൈൽ, KL രാഹുൽ അതുപോലുള്ള ടീമിലെ അംഗങ്ങളും കൂടെ വരുമ്പോൾ ടീം കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അപ്പൊ ഇനി വരുംകാല സീരീസിലൊക്കെ ഇത് തന്നെ ആയിരിക്കും ടീം എന്നുള്ളതാണ്. അപ്പൊ അതില് സഞ്ജുവിന് ഇടം നേടാൻ കഴിഞ്ഞാൽ ശരിക്കും ഈ പറഞ്ഞ ഒരു അത്ഭുതകരം തന്നെയാണ്. അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും ടോപ്പ് ക്ലാസ് ഫോമിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ ടീമിലേക്ക് കയറി പറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകം. അത് അദ്ദേഹം സാധിച്ചു.
അപ്പൊ ഇനി വരുംകാല സീരീസിലൊക്കെ ഇതൊരു ഗംഭീര ടീമായിട്ട് മാറും. ഈ ഒരു ടീം ഫോർമേഷൻ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ ഈ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരുടെ കീഴിലെ ഒരു സീരീസ് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ സഞ്ജുവിന് പഠിക്കാൻ പറ്റും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒത്തിരി സീനിയേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഒരു മാച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വളരെ മെച്ചോർഡ് ആയിട്ട് അദ്ദേഹം ഇപ്പൊ ഈ പൊക്കോണ്ടിരിക്കുന്ന IPL സീരീസിൽ അദ്ദേഹം കറക്റ്റ് അത് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തുള്ള സീരീസുകൾ പോലെ അല്ല അദ്ദേഹം IPL ഇപ്പൊ കളിക്കുന്നത്. കുറച്ചുകൂടെ മെച്ചോർഡ് ആയിട്ട് അദ്ദേഹം വളരെ ആലോചിച്ചും ബോധപൂർവമാണ് കളിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം ആ സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ കുറച്ചുകൂടെ മെച്ചോർഡ് ആയിട്ട് ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി എന്നുള്ളത് നമുക്കൊരു അഭിമാനകരമായിട്ടൊരു നേട്ടം തന്നെയാണ്. നമുക്ക് ഈ ടീമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടീമിൻ്റെ ഒരു ഘടനയെപ്പറ്റി പരിശോധിക്കാം. ശ്രീ രംഗനാഥൻ തുടരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഈ ടീമിലെ ഏറ്റവും വലിയൊരു തലവേദന നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ IPL ആവശ്യത്തിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ടീമിൻ്റെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് പറയുന്നത് ബൗളിങ്ങിൽ ഉള്ള ആ ബോളേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സെലക്ടേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു തലവേദന എന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ബുംറയ്ക്കൊപ്പം 2 ബോളേഴ്സിനെയും കൂടെ സിറാജിനെയും ഒപ്പം അർഷദീപിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെലക്ഷനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ഫാസ്റ്റ് ബോളർമാരുടെ ഒരു കുറവ്. ഷമി ഇപ്പോ പരിക്ക് മൂലം മാറി നിൽക്കുന്നു. അപ്പോ സിറാജ് അത്ര ഒരു ഇംപ്രസീവ് അല്ല. ഈ IPL നോക്കിയാലും ധാരാളം റണ്ണുകൾ വിട്ടുകൊടുക്കുന്നു, അദ്ദേഹത്തിന് വിക്കറ്റ് നേടാൻ സാധിക്കുന്നില്ല. അപ്പൊ ബുംറ മാത്രമാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ബോളറായിട്ട് നമുക്ക് മുന്നിലുള്ളത് ഇന്ത്യൻ ടീമിൽ. പിന്നെ അർഷദീപ് സിംഗ് എന്നുള്ള ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ, അദ്ദേഹവും ആദ്യ ലോകകപ്പാണ്. അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പൊ ഫാസ്റ്റ് ബോളർമാരുടെ ഒരു കുറവ്, പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് പോലെയുള്ള ഒരു വേദിയിൽ കളിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളത്. പക്ഷെ സ്പിന്നേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ജഡേജ ആയാലും കുൽദീപ് ആയാലും അക്സർ പട്ടേൽ ആയാലും എല്ലാ രീതിയിലും സ്പിന്നർമാര് കുറച്ചും കൂടെ മികച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ നമ്മുടെ 2 ഓൾറൗണ്ടേഴ്സ്, ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ ടീമിൽ വന്നത് വൈസ് ക്യാപ്റ്റനായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇപ്പോ പരിക്ക് മൂലം മാറി നിന്നിട്ട് മടങ്ങി വന്നിട്ടും ഒരിക്കലും ഒരു നിലവാരത്തിലോട്ട് ഉയർന്നിട്ടില്ല. പക്ഷെ ശിവൻ ദുബെ എന്നുള്ള ഓൾറൗണ്ടർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു ബാറ്ററായിട്ട്. പക്ഷെ ബോളറായിട്ട് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ ഒരു ഓൾറൗണ്ടറിന്റെ കുറവ് ടീമിനെ അലട്ടുന്നുണ്ട്. കൂടാതെ മധ്യനിര ബാറ്റർമാർ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും T20 ക്രിക്കറ്റാണ്. ഒരു താരം വിചാരിച്ചു കഴിഞ്ഞാൽ ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് നല്ലൊരു ടീം പെർഫോം ചെയ്യുക ടീമായിട്ട്, അതുകൊണ്ട് വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു ടീമായിട്ട് ഇന്ത്യ മാറുന്നു. അത് തന്നെയാണ് ശ്രീ രംഗനാഥൻ. തുടരുക. ശ്രീകുമാരൻ സാർ, എങ്ങനെയാണ് താങ്കൾ ഈ ഒരു ബൗളേഴ്സിന്റെ സെലക്ഷനെ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഇവിടെ രംഗൻ പറഞ്ഞതിനോട് കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പം സിറാജിന്റെ പെർഫോമൻസ് ശരിക്കും ഈ IPL അത്ര ഇംപ്രസീവ് അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്റർനാഷണൽ അരീനയിൽ സിറാജിനെ സംബന്ധിച്ചോളം സിറാജ് മാരകമായ ഒരു ബൗളറാണ്. അത് ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. അദ്ദേഹം പല ടീമുമായിട്ടും പെർഫോം ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മാച്ച് വരുമ്പോൾ നമുക്ക് തീർച്ചയായും സിറാജിന്റെ പെർഫോമൻസിനായി കാത്തിരിക്കാം. അത് തീർച്ചയായും ആ സമയം സിറാജ് അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. നമുക്ക് പാകിസ്ഥാനെതിരെയുള്ള മത്സരം അത്ര പെട്ടെന്നൊന്നും മറന്നുപോകാൻ സാധിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അർഷദീപിന് ഏറ്റവും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വെപ്പൺ എന്ന് പറയുന്നത്, ഒന്ന് അദ്ദേഹം ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ. അത് കൃത്യമായി ബോളിനെ 2 സൈഡിലേക്ക് മൂവ് ചെയ്യിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. വളരെ സ്പീഡില്ലെങ്കിലും വളരെ ഡേഞ്ചറസ് ബൗളറായി മാറാൻ കഴിവുള്ള ഒരു ബൗളറാണ് അർഷദീപ്. അദ്ദേഹം വളരെ വിഖ്യാതമായ പല ബാറ്റ്സ്മാൻമാരെയും അദ്ദേഹത്തിന്റെ ബൗളിംഗ് മികവ് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് വരുന്ന T20 മത്സരങ്ങളിൽ തീർച്ചയായും കാണാൻ പറ്റും. പിന്നെ ഇതിനൊക്കെ മുകളിലാണ് നമ്മുടെ യഥാർത്ഥ ജസ്പ്രീത് ബുംറ. ഇന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് യോർക്കേഴ്സ് കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ ഡെത്ത് ഓവേഴ്സിൽ ഏറ്റവും നന്നായി ബോൾ ചെയ്യാൻ പറ്റുന്ന ഏക താരം എന്ന് വേണമെങ്കിൽ തീർച്ചയായും വിശേഷിപ്പിക്കാൻ കഴിവുള്ള താരമാണ് ബുംറ. ഇവരെ സഹായിക്കാൻ പാണ്ഡ്യ കൂടി ഫോമിലേക്ക് വന്നാൽ തീർച്ചയായും ബൗളിങ്ങിന്റെ അല്ലെങ്കിൽ ഫാസ്റ്റ് ബൗളിങ്ങിന്റെ ഒരു മികവ് അവിടെ നമുക്ക് കാണാൻ പറ്റും. രംഗം സൂചിപ്പിച്ചതുപോലെ മത്സരം നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലും USA-യിലുമാണ്. USA-യുടെ വിക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ വയ്യ. നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യവുമില്ല.
അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇന്ത്യൻ വിക്കറ്റുകളിൽ തീർച്ചയായും അർഷദീപും സിറാജും തങ്ങളുടെ പൂർണ്ണമായ കഴിവ് പുറത്തെടുത്താൽ, തീർച്ചയായും ബൂമ്രയെ സഹായിക്കാൻ അവരുണ്ടായാൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് തീർച്ചയായും നന്നായിരിക്കും. പക്ഷേ ഇതിൽ ആർക്കൊക്കെ കളിക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയായും ഒരു ക്വസ്റ്റ്യൻ മാർക്കായി അവശേഷിക്കുന്നു. 3 ഫാസ്റ്റ് ബോളേഴ്സിന് ഒരുമിച്ച് കളിക്കാൻ പറ്റും. 4 സ്പിന്നേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുൽദീപ് യാദവ് ഇന്റർനാഷണൽ അരീനയിൽ ഇന്ന് ഏറ്റവും നന്നായി ബോൾ ചെയ്യുന്ന ഒരാൾ. അതുപോലെ യുവേന്ദ്ര ചാഹലിനെ സംബന്ധിച്ചിടത്തോളം ചാഹലിനെ ആദ്യമായി കളിക്കുന്ന ഏതൊരു ബാറ്റ്സ്മാനും ചാഹലിനെ തീർച്ചയായും ഭയപ്പെട്ട് തന്നെ കളിക്കേണ്ടി വരും. ഒപ്പം തന്നെ വളരെ നന്നായി ബോൾ ചെയ്യാൻ കഴിവുള്ള 2 ലെഫ്റ്റ് ആം സ്പിന്നേഴ്സ് കൂടെയുണ്ട്, അക്സർ പട്ടേലും ജഡേജയും. ഓൾറൗണ്ടർ മികവിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 2 സ്പിന്നർമാരാണ് ഇവരെ സഹായിക്കാനായി തന്റെ മീഡിയം പേസുമായി ശിവം ദുബെയും എത്തിയാൽ തീർച്ചയായും ഇന്ത്യൻ ബൗളിംഗ് ഒരു സന്തുലിതമായ ബൗളിംഗ് ശൈലിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മൾ നേരത്തെ ടീം നോക്കിക്കഴിഞ്ഞാൽ ടീമിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ആദ്യം വരുന്നു. പ്രത്യേകിച്ച് നായകൻ രോഹിത് ശർമ്മയും ഒപ്പം സാക്ഷാൽ കിങ് കോഹ്ലി. അവരുടെ കൂടെ തന്നെ വെടിക്കെട്ട് ബാറ്റ്സ്മാനായ യശസ്വി ജയ്സ്വാൾ ഫോമിലായാലുള്ള ആ ഒരു രീതിയൊക്കെ കണ്ടാൽ നമുക്ക് തീർച്ചയായും, പിന്നെ നമ്മൾ ആരും സംസാരിക്കാത്ത സൂര്യകുമാർ യാദവ്, അദ്ദേഹം നല്ല ഫോമിൽ കളിക്കാൻ പറ്റുന്ന ചില സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ റണ്ണുകൾ വാരിക്കൂട്ടാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് ശരിക്കും സൂര്യകുമാർ യാദവ്. ശ്രീകുമാരൻ നായർ, ഞാൻ സമയക്കുറവ് മൂലം ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ ഹാർദിക് പാണ്ഡ്യയാണ് ഉപനായകനായിട്ടെത്തുന്നത്. മലയാളികളുടെ അഭിമാനം സഞ്ജു ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രത്യേക പരിപാടിയിൽ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം അതിഥികളായിട്ട് ഉണ്ടായിരുന്നത് BCCയുടെ മാച്ച് റഫറി ആയിട്ടുള്ള P രംഗനാഥൻ, ക്രിക്കറ്റ് നിരീക്ഷകൻ ശ്രീകുമാരൻ നായർ, നടനും CCL താരവുമായ വിവേക് ഗോവൻ തുടങ്ങിയവരായിരുന്നു. എന്തായാലും ടീം ഇന്ത്യ ഒരു മികച്ച പ്രകടനം തന്നെ വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. നമസ്തേ.